അപ്പോൾ ഇവിടെ ഒരു പട്ടി നിൽക്കുന്നുണ്ട്. നമുക്ക് എന്താ കൊടുക്കണ്ടേ? ആ മുഖം മൂടി കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് കറണ്ട് പോയിട്ടുണ്ട്. ഇപ്പം ഏന്നൊക്കെ ആയിരുന്നു. അവിടെ ഒരു സാധനം ഞാൻ കാണുന്നത്. നമുക്ക് ബോംബ് എടുത്തെറിയാം. ബലൂണാ? അയ്യേ, നമ്മൾ ചത്ത്. ഗെയിം ഓവറായി. നമ്മൾക്ക് റീസ്റ്റാർട്ട് ആവാം. ഇതായി ഗെയിമിൻ്റെ പ്രശ്നം. ലോജിക്ക് കിട്ടുന്നില്ല. പെട്ടെന്ന് ഞാൻ വിചാരിച്ചു വേറൊന്ന് കള്ളനാണ്. നമ്മൾ വീണ്ടും ആ പട്ടി വന്നു. എന്നാന്ന് മറ്റേ മുഖം മൂടി ഇടാം സിംഹത്തിൻ്റെ. അന്നേരം ആ പട്ടി ഓടുന്നുണ്ട്. വീണ്ടും പോയി നമുക്ക് ആ മറ്റേ സാധനം എടുക്കാം. ആ കുത്തുന്ന അടുത്തെറിയാം. അന്നേരം ബലൂൺ പൊട്ടിക്കോളും. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇവിടെ നമുക്ക് ആ സാധനം കൊടുക്കാം. അയ്യോ, ഷോക്ക് അടിച്ചല്ലോ. ആ സാധനം ഇവിടെ ഉണ്ടായത് ഞാൻ ശ്രദ്ധിച്ചില്ല. വീണ്ടും പണി കിട്ടി. വീണ്ടും ചെയ്യണ്ടേ? ഒരു ഇതില്ലാത്ത സംഭവം. അതെങ്ങനെയാ ഷോക്ക് അടിച്ച്? ആ പെട്ടെന്ന് അത് മിന്നിയും തുടങ്ങി വെക്കുമല്ലേ. ഇനി ആ പട്ടി വീണ്ടും വന്നിട്ടുണ്ട്. നമുക്ക് മുഖം മൂടിയിട്ട് കൊടുക്കാം. യെസ് ഗായ്സ്, മുഖം മൂടിയിട്ട് കൊടുത്തപ്പം അത് അതിൻ്റെ വൈക്ക് പോയി. ഇനി നമുക്ക് ആ മറ്റേ സാധനം എടുത്ത് ഈ കാണുന്ന കുത്തുന്ന സൂചി അതതിൻ്റെ വൈക്ക് സ്വർഗത്തിലോട്ട് പോയി. ഡമ്പൽ എടുക്കാം നമുക്ക്. ഡമ്പൽ മോനെ, മസിൽ ബ്രോ, കിണ്ണൻ സാധനം ഇപ്പുറത്തി. അയ്യോ, നമുക്ക് 50 കോയിൻ കിട്ടി. 100 എണ്ണമായി. നെക്സ്റ്റ് നമുക്കിത് ഇതിലേതെങ്കിലും ഒരു പെട്ടി ചൂസ് ചെയ്യണം. 100, 250, 50. മോനെ ലാഭം, മുതു ലാഭം. ഇങ്ങനെയൊക്കെ ഉണ്ടോ ലാഭം? നമുക്കിനി നെക്സ്റ്റ് ഇത് കഴിഞ്ഞ എത്ര വട്ടൊന്ന്? ലെവൽ 20 ആയല്ലേ. നമ്മൾ കുറച്ച് ലെവൽസിൻ്റെ വീഡിയോസ് എടുത്തിട്ടായിരുന്നു. ഇവിടെ ഇത് ഇങ്ങനെ കളിക്കുന്നുണ്ടല്ലോ. നമുക്കൊരു കാര്യം ചെയ്യാം. അതിൻ്റെ മുകളിലോട്ട് വേസ്റ്റ് ബിന്നിട്ട് കൊടുക്കുക. അന്നേരം അത് അടഞ്ഞോളും. ബ്രോ, അത് ശരിയാ. ഇവിടെ ഒരു കാറുണ്ടല്ലോ. ഒരു തൂക്കുന്ന കൊണ്ട് ഇടിച്ചു വിളിക്കുന്നുണ്ട്. നമുക്ക് തൂക്കുന്ന എടുക്കാം. തൂക്കുന്നതാണ് നമുക്ക് കാറിനെ തൂക്കിയെടുക്കൂലേ. നമ്മളെന്തിനാ തൂക്കുന്നത്? നമ്മൾ കാറിനെ തൂക്കാനാണ് എടുത്തേ. ഇതെന്ത് ലോജിക്കില്ലേ ഗെയിമിൽ? നമ്മൾ 200 രൂപ കൊടുത്ത് ഇതിങ്ങനെ അടിച്ചാൽ മതിയല്ലേ. ഞാൻ പെട്ടെന്ന് വിചാരിച്ചത് അത് വന്ന് വീടുകളെ ഇങ്ങനെ അടിച്ചിടുന്നു. പിന്നെ ഈ ഗെയിമിൻ്റെ പേര് സേവ് ദ ലേഡിയാണ്. ഇവിടെ നിന്നാണ്ട് നമുക്ക് ബലൂണെടുത്ത് പറന്നു പോവാം. അവിടെ വാട്ട് ഈസ് ദിസ്? ഇവിടെ ബലൂണെടുത്ത് എന്താ പറന്നു പോവാം? നമ്മൾ വീണ്ടും 200 കൊടുത്തു. പിന്നെ എലിയെടുത്ത് വന്നാ ഇവള് എലീനെ കണ്ടാൽ പേടിച്ച് തുള്ളും. അത് ഇതാക്കാനാണ് കേട്ടോ. ഇപ്പോൾ മനസ്സിലായി എലീനെ കൊണ്ട് അങ്ങനെ ഒരു ഉപയോഗം. 150 നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. ഒരു 150. നമ്മളെ സേവ് ചെയ്തുകൊണ്ട് സ്റ്റോറി കംപ്ലീറ്റ് എന്ന് പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത സോ കോൾഡ്. നമുക്കെന്താ തീ കത്തിച്ചാൽ കോൾഡ് പോവില്ലേ? ചൂടല്ലേ കിട്ടില്ല. അയ്യോ, ഇരിക്കുക. അപ്പം ഇനി എന്നാ ചെയ്യണ്ടേ? ഗെയിം ഓവറാ? എന്നാ ഇനി ചെയ്യണ്ടേ? അവിടെ മുളക് അടിച്ചാൽ എങ്ങനെയാന്ന്? ചൂട് പോലെ മുളകെടുത്തു. എരിയുമ്പോൾ കണ്ണെന്നല്ല തീ വരുന്ന ആ ചൂട്. ഇതെന്ത് ലോജിക്കില്ലാത്ത സംഭവം ഗെയിം. ആ മൗളി വന്നിട്ടുണ്ട്. നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതാകുമ്പോൾ അവിടെ ഐസാവൂലേ. ഇതെങ്ങനെ പൊന്തി വരുന്നത്? ഗായ്സ്, നമ്മൾ ചുറ്റിക്കൊണ്ട് അടിച്ച് താഴേക്കാക്കുവാൻ വേണ്ടി. ലോജിക്കില്ലാത്ത ഗെയിമും എൻ്റെ തലയും വർക്കാവുന്നില്ല ഈ സമയത്ത്. നമുക്ക് ഒന്നും കൂടെ നോക്കാം. വീണ്ടും റീസ്റ്റാർട്ടായി. നമുക്ക് ആ മുളക് എടുക്കണം. സെലക്ട് ചെയ്യണം. മുളകെടുത്ത് കടിച്ചോളി. വെരി സ്പൈസി. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ മൗളീൻ്റെ തലക്കിടേണ്ട ചുറ്റി കൊണ്ട് അടി കൊടുക്കാം. ടിഷ്കൂം. ഇനി നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ഇതിനെന്നാ ഇപ്പം ചെയ്യാൻ? നമുക്ക് ഇത് വെച്ച് നോക്കാം. എന്നിട്ട് അതിലേ നടക്കാം. ഇത് എന്നാടാ മലപ്പലക വെച്ച് നടന്നൂടാ? പിന്നെ അതിലെന്നാ ചെയ്യണ്ടേ? ആ വെള്ളം ഒഴിച്ചാൽ എങ്ങനെയാണ്? അത് ഐസും കട്ടയാവുമല്ലേ. പെട്ടെന്ന് ഞാൻ വിട്ടുപോയി. ഇതൊരു ഇതായ മാതിരിയുള്ള സംഭവം. ഈ ഗെയിമിൻ്റെ പകുതി ലെവലും ഞാൻ എങ്ങനെയല്ലോ കംപ്ലീറ്റ് ചെയ്തേ.
നമ്മൾ മുളക് അടിച്ച് തീർത്തിട്ടുണ്ട് ഫസ്റ്റ്. പിന്നെ മൗളിയാണ്. മൗളീനെ നമുക്ക് ചുറ്റിയിട്ട് അടിച്ച് പൊട്ടിക്കുക. ചുറ്റിക്കെടുത്ത് അടിച്ചിട്ടിട്ടുണ്ട്. ചിക്കം നമ്മൾ വേറെ ഗെയിം പ്ലേ ആയിട്ട് വരുന്നതാണ് ഇതേപോലത്തെ ഗെയിംസിൻ്റെ. നമുക്കിവിടെ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഐസും കട്ട, ലെറ്റ്സ് ഗോ. ഐസും കട്ടയാക്കി നമ്മൾ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നടന്ന് സുഖമായി പോകാം. ആ ലെവലും കംപ്ലീറ്റ് ആയി. ഇനി അടുത്തത് വരുന്നത് ഇത് ഒരു ഡ്രസ്സാണ് കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് ലെവലിലോട്ടാണ് നമ്മൾ പോയിട്ടുള്ളത്. ഇവിടെ ആണെങ്കിൽ ഒരു സ്നോ ഉണ്ട്. നമുക്ക് വെയിൽ കൊടുക്കാം. വെയിൽ സൂര്യനെ അടിക്കാം. സൂര്യൻ വന്നു. അത് ആണെങ്കിൽ അലിഞ്ഞു പോയി ഗൈസ്. സൂര്യൻ വന്നതും അത് അലിഞ്ഞു പോയിട്ടുണ്ട്. സൂര്യൻ വന്നപ്പോൾ അയ്യോ കരടി. ബിയർ എന്താ പറയുക, തേൻ കൊടുക്കുക. അതാകുമ്പോൾ തേനിൻ്റെ പുറകെ ഓടൂലേ. തേൻ കുത്തി. അയ്യോ പണി കിട്ടിയല്ല ചമ്മേ. എന്നാൽ റോസ് കൊടുക്കാം. നമുക്ക് റോസ് കൊടുക്കാം. നമ്മൾ ചത്തു. അതാണ് ഞാൻ വെച്ചു കരടിക്ക് റോസ് കൊടുക്കുന്നതാണെന്ന്. വാട്ട് ഈസ് ദിസ് ഗായ്സ്? നമ്മൾ അടുത്ത ഇതിലോട്ട് പോവുകയാണ്. എന്നാ ചെയ്യണ്ടേ? നമുക്ക് ഇതല്ലേ ബർഗർ എടുത്തന്നെ. അല്ല, തിന്നുന്ന സാധനം എടുത്തന്നെയില്ലേ. പിന്നെ വെള്ളം നമുക്ക് തിന്നാം. അയ്യോ ആ സാധനം വീണ്ടും വന്ന്. ഗെയിം ഓവർ. എന്തുട്ട് തേങ്ങയാടാ. ഫോൺ വിളിച്ചാൽ എങ്ങനെയോ? ചിലപ്പോൾ ഇനി ഫോൺ വിളിച്ചാൽ ഇങ്ങോട്ടേക്ക് ഭക്ഷണം കൊണ്ടു തരുമോ? നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. ഫോൺ വിളിച്ചാൽ ഭക്ഷണം കൊണ്ടു തരുമെങ്കിൽ നമുക്ക് ചെയ്ത് നോക്കാമല്ലോ. ഇതൊന്ന് ഒരുക്കിത്താ. ഒരുക്കിയില്ലേ. ഫോൺ വിളിച്ചാൽ എങ്ങനെ? മറ്റേ സംഭവം സിനിമയിലും കണ്ടിട്ട് ഫോൺ വിളിച്ചിട്ട് ഭക്ഷണം കൊണ്ടുവരുന്നേ. ഒരു സാധനത്തിൽ ഉറുക്കിയിട്ട് ആകാശത്തിന് താഴോട്ടേക്ക്. അതാണ് ഉദ്ദേശിച്ചത് ഇവർ ഇവിടെ. ഇപ്പം മനസ്സിലായി. ആ സാധനമാണ് ഇവരിവിടെ ഉദ്ദേശിച്ചേക്കണം. നമ്മളിവിടെ ചത്തിട്ടുണ്ട്. എണീറ്റുണ്ട്. പിന്നെ ഈ ഗെയിം കളിക്കാൻ താല്പര്യമില്ല. പ്ലേ സ്റ്റോറിൽ സേവ് ദ മാഡം എന്ന് ഓടിച്ചു കൊടുത്തോ ലേഡിന്ന് ഓടിച്ചു കൊടുത്തോ രണ്ടും അടിച്ചാലും കിട്ടും. ഇങ്ങനെയാണ്. ഇതിൽ സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെവൽ കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത ലെവലിലോട്ട് പോകണം. പിന്നെ ഈ വീഡിയോക്ക് നല്ല ലെങ്ത്തൊക്കെ ഉണ്ട് കേട്ടോ. ആരും സ്കിപ്പ് ചെയ്യാതെ കാണണം. പിന്നെ നമ്മൾ കുറേ ഷോർട്സൊക്കെ ഇന്ന് ഇറക്കിയിട്ടുണ്ട്. കാരണം ഇന്നലെ നമ്മൾ വീഡിയോ ഒന്നും അധികം ഇട്ടില്ല. ഒരു വീഡിയോ ഇട്ടിട്ട്. അതുകൊണ്ടാണ് ഇന്ന് പരക്കന്നെ എല്ലാം എടുത്ത് അപ്ലോഡ് ചെയ്തത്. ഇന്നലെ ഇടാൻ വെച്ച വീഡിയോസാണ് ഇന്ന് ഫുള്ളെടുത്ത് ഇട്ടേ. ഇന്നലെ ഞാനെന്നാന്ന് വേറെ സ്ഥലം വരെ വേണ്ട. നമ്മൾ ടെൻറ്റ് കെട്ടി. അയ്യോ പിന്നെന്താ ചെയ്യണ്ട നമ്മൾ? അതുകൊണ്ട് കുഴിച്ച് അണ്ടർഗ്രൗണ്ട് പോവാനാ? അണ്ടർഗ്രൗണ്ട് പോവാനാ? ഇഗ്ലൂട്ടാണ്. ഞാൻ വെച്ചാൽ അണ്ടർഗ്രൗണ്ട് പോകാനാന്ന്. ഇഗ്ലൊക്കെ കെട്ടിയിട്ടുണ്ട്. ഇനി അയ്യോ ഇവിടെ വീണല്ല. എന്നാൽ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക. നല്ല ചൂടുവെള്ളമുണ്ട്. അത് ഒഴിച്ചു കൊടുക്കാമല്ലോ. ചൂടുവെള്ളം നെങ്ങുന്നില്ല. അനങ്ങി ചൂടുവെള്ളം ഒഴിച്ചപ്പോൾ ഹീറ്റായി. ഇവിടെ എന്താ ചെയ്യുന്നത്? ഡ്രസ്സ് പറ്റിയതാ. ഇനി എന്താ ചെയ്യണ്ടേ നമുക്ക്? നമുക്ക് ചൂണ്ടല്ല ഇത് എല്ലാം ഇട്ട് കൊടുക്കുക. അയ്യോ പൂജി. പിന്നെന്താ ചെയ്യണ്ടേ? ഗൈസ് പിന്നെന്താ ചെയ്യണ്ടേ? ഇപ്പം മനസ്സിലായി. മറ്റേ ചൂണ്ടയിൽ എല്ലാം കോർത്തിയിട്ട് അതിങ്ങനെ പോകുന്നു. ഇത് എന്തുട്ട് തേങ്ങാക്കൊല. ഈ ഗെയിമാണെങ്കിൽ ഒക്കെ പിടിക്കുന്നില്ല. പക്ഷെ ഇത് നല്ല ഗെയിമാണെന്ന് എല്ലാവരും പറയുന്നത്. അതുകൊണ്ടാണ് ഞാൻ കളിച്ചു. നമ്മൾ 100 years എന്ന് പറഞ്ഞൊരു സിമുലേറ്റർ ഗെയിം ഇൻസ്റ്റാളാക്കി കളിക്കാൻ പോവാം. അതിൻ്റെ വീഡിയോസ് ഇടുന്നുണ്ട്. ചൂടുവെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഈ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഇവക്ക് പൊള്ളുന്നൊന്നുമില്ലേ? അതാണ് എനിക്കിപ്പോൾ സംശയം. പറയുമ്പോൾ തണുപ്പൊക്കെ അല്ലേ, ഇതിലധികം ചൂടുന്നുണ്ട്. മറ്റേ ഇതെടുക്കാം. ചൂണ്ട എടുത്താൽ ഇതന്നെ ഞാൻ പറഞ്ഞില്ലേ അതൊക്കെ എല്ലാം അറിയുകയും ചെയ്യും. പക്ഷേ ഞാൻ പൊട്ടത്തെറ്റാ സെലക്ട് ചെയ്ത്. അത് വേറെ കാര്യം. ഇതെന്നാണ് അത് ഇവരെ തന്നെ വേറെ ഗെയിമാവുന്നത്. എന്തെല്ലോ കാണിക്കുന്നുണ്ട്. ഗെയിമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മൾ വൈകിട്ടോ നമുക്ക് എലീനെ ഇട്ട് കൊടുക്കാം. എലി ലക്ഷം ഇതാണ്. ക്യാറ്റ് അതിൻ്റെ പുറകെ പോയിക്കോളും. അത് തന്നെ. ബ്രോ മറ്റേ ഗുഡ് ക്യാറ്റ്. നമുക്ക് ചിറകില്ലേ, ചിറക് കൊണ്ട് പറന്നു പോവാ. ചിറകെടുത്ത് പറക്കാം. അതെന്തൂട്ട്
പിന്നെ എങ്ങനെയാ ചെയ്യണ്ടേ? ചെറുകല്ലേ? പിന്നെന്താ? ഒറ്റ മിനിറ്റ്. വൈ ഡിഡ് വി സ്റ്റോപ്പ്? എലീന ഇട്ട് എലീന വിട്ടിട്ടുണ്ട്. ഇനി ഹൗ ഡിഡ് ഗെറ്റ് പാസ്റ്റ്? മറ്റേ ഗായ്സ്, അത് ഐസും കട്ടയോ വെള്ളം അല്ല മഴവില്ല്. വാട്ട് ഈസ് ദിസ് ബ്രോ? മഴവില്ലിൽ നമ്മൾ നടന്നു പോയി. ഫൈനലി മഴവില്ലിൽ ഇവിടെ ഒരു സാധനത്തിനെ കാണുന്നുണ്ടല്ലോ. നമുക്കിവിടെ തീ കത്തിക്കുമ്പോൾ അത് ഉരുകിപ്പോയിക്കോളും. തീയുണ്ട്. തീ കളയാ മക്കളെ. തീ അതിൽ നടന്നു പോയി. ബ്രോ 150 കോയിനും കിട്ടി. 150 കോയിൻ കിട്ടിയ 150 കോയിൻ. ഇനി നമുക്ക് അടുത്തത് നെക്സ്റ്റ് കളിക്കുന്നതിന് മുമ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.